ഞാൻ 6 മണിക്ക് വന്നായിരുന്നു, പക്ഷെ എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അപ്പൊ ഞങ്ങൾ കുറച്ച് നിരാശയുള്ള ഗ്രൂപ്പ് ഇവിടെ നിൽക്കുന്നുണ്ട്. പ്രതീക്ഷ ഫസ്റ്റ് ഹാഫ് നല്ലതാണെന്ന് കേൾക്കുന്നു, പക്ഷെ പ്രതീക്ഷ അല്ലല്ലോ, നമ്മുടെ ഒരു വലിയൊരു ആഘോഷത്തിന് വേണ്ടി വന്നതല്ലേ, അതുകൊണ്ട് അങ്ങനെ വലിയ പ്രതീക്ഷ തന്നെയാണ്. ഞാൻ ബോംബെന്ന് വന്നതാണ് ആക്ച്വലി. വന്നായിരുന്നു, FDFS വേണ്ടി വന്നായിരുന്നു. പക്ഷെ 6 മണിയുടെ ഷോ കിട്ടിയില്ല. അപ്പൊ 9:30 കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട് റോയില്. അപ്പൊ അതിനു വേണ്ടി വെയിറ്റിംഗ് ആണ്. അല്ല, പക്ഷെ FDFS അങ്ങനൊന്നും കിട്ടാറില്ലല്ലോ. അപ്പൊ മോഹൻലാലിന്റെ ഫാൻ ആയതുകൊണ്ട് FDFS വരാറുണ്ട്. അപ്പൊ ഇന്നലെ തൊട്ട് വന്ന് ഇവിടെ റൂം ബുക്ക് ചെയ്ത് വെയിറ്റിംഗിലായിരുന്നു. പക്ഷെ FDFS കിട്ടിയില്ല. 9:30 കിട്ടും. ബാക്കി കുറെ മെമ്പേഴ്സും ഉണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്നത്. 9:30 കിട്ടുമെന്ന് വിചാരിച്ച്. അപ്പൊ ഏതായാലും മോഹൻലാൽ വന്ന് കുറച്ച് കണ്ടു പുള്ളിയെ, അത് തന്നെ വലിയ കാര്യം. പിന്നെ ഉറപ്പായിട്ടും നന്നായി സൂപ്പർ ആയിട്ടുണ്ട്. നല്ല ഒരു എല്ലാ ഫാൻസിനും അദ്ദേഹം നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അടിപൊളിയാണ്. എന്തായാലും 100 കോടിക്ക് മേലെ പടം ഉറപ്പാ, ഒന്നും പറയാനില്ല. പഴയ ലാലേട്ടനെ കാണാൻ പറ്റുന്ന വെച്ചാൽ മാസ്, അതായത് ലാലേട്ടന്റെ ഒരു സീനിലേക്ക് എത്തുന്നേ ഉള്ളൂ. മീൻസ് നമുക്ക് പറഞ്ഞില്ലേ, ട്വിസ്റ്റ് ആയിട്ടൊരു രീതിക്കാണ് പടം പോകുന്നത്. കാരണം ഫസ്റ്റ് ഹാഫിൽ തന്നെ എന്താണ് ഉദ്ദേശിക്കുന്ന ഒരു ഐഡിയ ഇല്ലാണ്ട് തന്നെയാണ് പടം വന്നിരിക്കുന്നത്. മൊത്തം ഒരു ഗൂസ് മൊമെന്റ് ആയിട്ട് തന്നെ പറയാവുന്നുള്ളൂ. അതിന് മേലെയുണ്ട് പടം ഫസ്റ്റ് ഹാഫിൽ. അപ്പൊ നമുക്ക് കിട്ടിയ ഹൈപ്പിനേലും അടിപൊളിയാണ്. അതിന് മേലേക്ക് സ്റ്റോറി ഉണ്ട്. ഓക്കെ, എങ്ങനെയുണ്ടായി? സൂപ്പറാണോ? സൂപ്പറാണ്. നല്ലതാണ്. ഓക്കെ ഓക്കെ, അത് കാണാൻ വേണ്ടി നേരത്തെ തുടങ്ങി ഒരുങ്ങിയിരിക്കണായിരുന്നു. ഇത് കാണണം എന്നുള്ള. ഞങ്ങൾ ഫാമിലി മൊത്തം ഉണ്ട്, ആങ്ങളെയും കുടുംബവും ഉണ്ട്, എല്ലാവരും ഉണ്ട്. കൈയടിക്കൽ മാത്രമല്ലേ ഉള്ളൂ. പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യക്തിയാണല്ലോ അത്. ഓക്കെ ഓക്കെ, ശരി.